നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അച്ഛനെ പാലം വലിച്ച മക്കൾ എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്സിൽ മക്കൾ പിൻഗാമികളായി വന്ന് മന്ത്രി പദം MLA ഒക്കെ ആകാറുണ്ട് എന്നുള്ളത് അറിയാമല്ലോ സാറേ. അപ്പോൾ അതിന് ആ നിരക്കിൽ MBRന്റെ മകനായിട്ടുള്ള നികേഷ് കുമാർ, അതുപോലെ തന്നെ ബാലകൃഷ്ണയുടെ മകനായിട്ടുള്ള ഗണേഷ് കുമാർ, കരുണാകരൻ്റെ മകനായിട്ടുള്ള മുരളീധരൻ, അത് KM മാണിയുടെ മകനായ ജോസ് കെ മാണി. അപ്പോൾ ഇവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് അച്ഛന് പാലം വലിച്ചത് എന്നുള്ളതാണ് നമ്മുടെ സാറേ. എന്താ സാറിൻ്റെ അഭിപ്രായം? എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് അച്ഛനമ്മമാർ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിരുന്നത്, എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയാണോ ലക്ഷ്യം വെച്ചിരുന്നത്, ഏതെല്ലാം കമ്പനികൾ സൗഹൃദ ബന്ധങ്ങളും സമുദായ ബന്ധങ്ങളും ഉണ്ടായിരുന്നു, അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യം നിലനിർത്താൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ പല മക്കളും ശ്രമിക്കുന്നത്. അതായത് ഈ പെരുന്തച്ഛനുള്ള തിരിച്ച് പെരുമകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. അപ്പോൾ നമുക്കിപ്പോൾ ഓരോരുത്തരായിട്ട് ചർച്ച ചെയ്യാം സാറേ. ജോസ് കെ മാണി തന്നെ ആദ്യം എടുക്കാം. ഏറ്റവും സജീവമായുള്ള ജോസ് കെ മാണി. KM മാണി കേരള കോൺഗ്രസ് ഉണ്ടാകുന്ന കാലം തൊട്ട് അതിനു മുമ്പ് കോട്ടയത്തെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. പിന്നെ കേരള കോൺഗ്രസ് 5 ദശാബ്ദം പാലയെ പ്രതിനിധീകരിച്ച മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ആളായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മാത്രമാണ് നിന്നിരുന്നത്. മാത്രമല്ല, KM മാണിയുടെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് കൂട്ടുകൂടി എന്നുള്ള, അല്ലെങ്കിൽ CPM വിരുദ്ധ അടിത്തറയിലാണ് KM മാണിയുടെ രാഷ്ട്രീയം വളർന്നു വന്നത് എല്ലാ സമയത്തും. പക്ഷെ മറിച്ച് KM മാണിയുടെ കാലശേഷം ഇടയ്ക്കൊക്കെ CPM വെള്ളം ചേർക്കുമായിരുന്നെങ്കിൽ പോലും മകൻ ജോസ് കെ മാണി അത് കംപ്ലീറ്റ് മറന്നുകൊണ്ട് കേരള കോൺഗ്രസിനെ CPMൻ്റെ പാളയത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കയ്യിൽ കേരള കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ താക്കോല് കൈകൊണ്ട് കൊടുത്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അധപ്പതനം തുടങ്ങി. കാരണം കേരള കോൺഗ്രസിൻ്റെ അണികളെന്ന് പറയുന്നത് UDF ആണ്. കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, ജനാധിപത്യ വിശ്വാസികളാണ്. പിന്നെ സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സഭയുടെ താല്പര്യം അവർ നോക്കും. അപ്പോൾ ആ താല്പര്യത്തെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് ജോസ് കെ മാണി എവിടെ എത്തിയത്? LDF പാളയത്തിലെത്തിയത്. ഇന്ന് നമ്മുടെ അറക്കുന്ന തടിക്കഷ്ണത്തിനിടയിൽ വാല് പോകുന്ന പോലെ, കുരങ്ങൻ്റെ വാല് പോകുന്ന പോലെ KM മാണി ജോസ് കെ മാണിയുടെ വാല് ഇടത് വർഷം മുന്നിൽ പെട്ടുപോയി എടുക്കാൻ പറ്റില്ല. അത് വലിയ പുള്ളി പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഊരിക്കൊണ്ട് പോന്നു കഴിഞ്ഞാൽ പാർട്ടി രണ്ടാകും. വാല് മുറിഞ്ഞു പോകും. വാല് മുറിഞ്ഞു പോകും. പിന്നെ ഒന്ന് തല മാത്രം വാലേ ഇങ്ങോട്ട് വരത്തുള്ളൂ, തല അവിടെ കിടക്കും. അപ്പോൾ ആ രീതിയിലായി പോയി. അപ്പോൾ ശരിയായിട്ട് ഇതിനുള്ള സംഭവം എന്ന് വെച്ചാൽ 1986 കരുണാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ഈ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ വന്ന്, അതുപോലെ തന്നെ കരുണാകരനോടൊരു ചെറിയ വിരോധമൊക്കെ വന്ന് വഴക്കൊക്കെ വന്ന സമയത്ത് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് ഇടതുപക്ഷം കൂടെ പിന്തുണ കൊടുക്കാമെന്നൂടെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഇടതുപക്ഷവുമായി ചേർന്ന് ഒരു ഭരണം നടത്തുന്നത് ഭയങ്കര ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞ് ജോസ് കെ മാണിയെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പക്ഷേ മാണിയെ പിന്തിരിപ്പിക്കാൻ ഒരു കാരണം സാർ ഇപ്പം പറഞ്ഞു തന്നെയാണ്, കേന്ദ്രത്തിൽ നിന്നുള്ളത്. അതോടെ പറഞ്ഞു സാർ. KM മാണി ഇടതുപക്ഷത്തേക്ക് ചേക്കേറി. അക്കാര്യത്തിൽ മുസ്ലിം ലീഗും KM മാണിക്കൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ A ഗ്രൂപ്പ് അല്ലെങ്കിൽ കരുണാകര വിരുദ്ധരെല്ലാവരും ആ കൂട്ടത്തിൽ സംഘടിച്ചു. എനിക്ക് തോന്നുന്നു കരുണാകരൻ്റെ ഒപ്പം നിന്നത് TM ബാലകൃഷ്ണനുള്ള പോലും കാലുമാറാൻ റെഡിയായി. TM അടിയുറച്ചുണ്ട്. MV രാഘവനുണ്ടായിരുന്നു. അന്ന് കരുണാകരനോട് MV രാഘവൻ സജീവമായിട്ട് വന്നിരുന്നു. ആ കാലഘട്ടം മാറി കരുണാകരനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചപ്പോഴാണ് അന്ന് അധികാരം കോൺഗ്രസിൻ്റെ കയ്യിലാണ്, കേന്ദ്ര അധികാരം കോൺഗ്രസിൻ്റെ കയ്യിലാണ്. അപ്പോൾ KM മാണിയെ സംബന്ധിച്ചുള്ള ഇന്നത്തെ പല വകുപ്പുകൾ, കേസുകളും അഴിമതി കേസുകളും ഒക്കെ KM മാണിയുടെ പേരിലുണ്ട്. ഈ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നെങ്ങനെയാണോ ED അല്ലെങ്കിൽ റവന്യൂ ഏജൻസികൾ ഇപ്പോഴത്തെ മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് KM മാണിയെ കോൺഗ്രസ് ലീഡർഷിപ്പ് ഭയപ്പെടുത്തുകയും KM മാണിക്കൊന്നും വല്ലാത്ത പരുവത്തിലാവുകയും ചെയ്തു. അല്ല, അത് മാത്രമല്ല, ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി പദം കൊടുക്കാം, അതുകൊണ്ട് നിങ്ങളിതിനെ KM മാണിയെ പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഇടപെട്ടാണ്. ഹൈക്കമാൻഡിനെ കരുണാകരൻ ഇടപെടുത്തി ഹൈക്കമാൻഡിനെ കൊണ്ട് പറയിപ്പിച്ചു, നിങ്ങളെ ഉടനെ തന്നെ ഞങ്ങൾ കേന്ദ്രമന്ത്രിയാക്കും, അതുകൊണ്ട് നിങ്ങൾ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ജോസ് കെ മാണി വന്ന് ഈ CPM-നെ കൂടെ ആരെങ്കിലും പോവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അച്ഛനെക്കാട്ടി വലിയ രാഷ്ട്രീയക്കാരനായിട്ട് കളിച്ച് ഒടുവിൽ ഉത്തരത്തേക്ക് ഇരുന്നതുമില്ല, ഒറ്റാലി കിടന്നതുമില്ല എന്ന വിധത്തിൽ KM മാണിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതുമില്ല, ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രിയാകാനും കഴിയില്ല, ഒരു സഹമന്ത്രി പോലും ആകാൻ കഴിയാതെ നിരാശരായി പോയി. അത് എന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയിട്ട് ആ പാളയത്തിൽ തന്നെ മതി കയറിയിരിക്കുകയാണ്. അല്ല, ഇതിൻ്റെ അകത്ത് ഒരു വലിയ പാരലൽ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ഒന്ന്, KM മാണി മുഖ്യമന്ത്രി അപ്പോൾ ഇടതുപക്ഷം ഒരു ഉറപ്പ് കൊടുത്തു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ്. KM മാണിയെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഇത്ര MLA-മാരുടെ സപ്പോർട്ട് ആർക്കുണ്ട്? KM മാണിക്കുണ്ടെന്ന് പറയാം. പക്ഷെ അതിനകത്ത് വലിയ കാര്യമുണ്ട് സാറേ. ഇവർ പുറവിൽ നിന്ന് താങ്ങുമ്പോൾ ഉണ്ടല്ലോ,
കേരള കോൺഗ്രസിലെ മുഴുവൻ ഒരു 10 പേർക്കുള്ള മന്ത്രിപദം കിട്ടുക. അതേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ അച്യുതാനന്ദനും കരുണാകരനും വാഗ്ദാനം ചെയ്തു. അതെ, കരുണാകരന് DIC ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ബന്ധം വിചാരിച്ച് പുറത്തേക്ക് വന്ന് ഇടതുപക്ഷമായിട്ട് കൂട്ടുകൂടിയാൽ, CPM ആയിട്ട് കൂട്ടുകൂടിയാൽ ഞങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ 30 MLA ഉണ്ടാക്കിയാൽ മതി, ബാക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അച്യുതാനന്ദൻ പരസ്യമായിട്ട് പറഞ്ഞു. ഫിക്സഡ് ഡെപ്പോസിറ്റാണെന്ന് പറഞ്ഞത്. ഇത് ഈ രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല കളികളിലും കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ. പക്ഷേ അത് കരുണാകരനായതുകൊണ്ടാണ് തകർത്തത്. അത് കരുണാകരനായതുകൊണ്ട് തർക്കും. കരുണാകരൻ കേരള കോൺഗ്രസിനെ തകർത്തു. അങ്ങനെ തന്നെയാണ് ഊന്നുമല്ലാതാക്കി കേരള കോൺഗ്രസിനെ. ജോസ് കെ മാണി എങ്ങനെ ഇടതുപക്ഷ പാളയത്തിലെത്തി എന്ന് ആലോചിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ അപ്പൻ എന്ന് പറയുന്ന അവരുടെ ഭാഷ രീതി കൊണ്ടാണ് പറയുന്നത്. ജോസ് കെ മാണിയുടെ ഫാദർ അല്ലെ അച്ഛൻ KM മാണി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അതെ, അനുവദിക്കാതെ ആ മുഴുവൻ സാധനങ്ങളും തല്ലി തകർത്ത് ശിവൻകുട്ടിയും EP ജയരാജനും ഉൾപ്പെടെയുള്ളവരെ കാണിച്ച കോലാഹലങ്ങൾ കേരളം കണ്ടതാണ്. ശിവൻകുട്ടിയാണെങ്കിൽ മുണ്ട് മടക്കി കുത്തി അണ്ടർവെയറും പുറത്ത് കാണിച്ചുകൊണ്ടാണ് നിയമസഭയുടെ ടേബിളിൽ കൂടെ കയറി നടന്നത്. ആ KM മാണിയെ ഒരു തടവുകാരനെ പോലെ ആക്കി അനങ്ങാൻ സമ്മതിക്കാതെ ഒരു തരത്തിൽ ബജറ്റ് ഒന്ന് വായിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കട്ടിച്ച് ടെക്നിക്കലായിട്ട് ബജറ്റ് അവതരിപ്പിച്ച് രക്ഷപ്പെടേണ്ട ഗതികേടായിരുന്നു അന്ന് KM മാണിക്ക്. നാണം കിട്ടുക. അന്ന് KM മാണിയുടെ ജീവിതത്തിൽ ഏറ്റവും ദുരിതം വരിക അതിന് സാക്ഷി. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായി അതറിഞ്ഞ ജോസ് കെ മാണി, അത്തരം കാര്യങ്ങൾ അറിയാമായിരുന്ന ജോസ് കെ മാണി യാതൊരു കാരണവശാലും തൻ്റെ അപ്പനെ അതുപോലെ നാണം കെടുത്തിയ, കൊല്ലാക്കൊല നാണം കെടുത്തി എന്ന് പറയുന്നത് ശരിയല്ല, ശാരീരികമായി തന്നെ പീഡിപ്പിക്കുന്ന രീതിയിലെത്തിയ കാര്യം അത് ആ നിയമസഭയിൽ. അങ്ങനെ ഒരു സഖ്യവുമായിട്ട് CPM-ഉമായിട്ട് എങ്ങനെ പിന്നീട് കൂട്ടുചേർന്നു അവരോടൊപ്പം കസേര നീക്കിയിട്ടിരിക്കാനുള്ള ഒരു മനക്കരുത്ത് അങ്ങർക്ക് ഉണ്ടായില്ല. അതാണ് ഈ പാലം വലിക്കുക എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പാലം വലിക്കുന്നതാണ് ശരിക്കും. പാലം വലി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ജോസ് കെ മാണിയുടെ അടുത്തൊരു സ്ഥലമുണ്ട് കടപ്പൂർ. പക്ഷെ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു സാറേ. പാലായിൽ 50 വർഷത്തിന് മുകളിൽ MLA ആയി ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ആളിൻ്റെ മകനെ ഇടതുപക്ഷ പാളയത്തിൽ പോയതിൻ്റെ പേരിലല്ലേ സാറേ അവിടെ ജനങ്ങൾ പരാജയപ്പെടുത്തിയത്? തോറ്റില്ലേ, ദയനീയമായിട്ട് തോറ്റില്ലേ. മാണി സി കാപ്പൻ എന്ന് പറഞ്ഞാൽ താരതമ്യേന അന്ന് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ, പലതവണ മാണിയോട് തോറ്റിട്ടുള്ള ഈ മാണി സി കാപ്പൻ അവിടെ ജയിക്കാൻ പറ്റി, രണ്ടാമത് വീണ്ടും ജയിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ജോസ് കെ മാണി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ KM മാണിയെ സ്നേഹിച്ചിരുന്ന ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ മനുഷ്യനില്ലാതെ പോയി. പക്ഷേ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് സാറേ. പക്ഷേ ഊരിക്കൊണ്ട് വന്ന ഫ്രാൻസിസ് ജോർജ് ടീമും കൂടെ അവിടെ നിൽക്കും. അല്ല, ഫ്രാൻസിസ് ജോർജിൻ്റെ ടീം അതും ഇങ്ങനെ അച്ഛൻ്റെ മക്കളാണ്. ഫ്രാൻസിസ് ജോർജ് KM ജോർജ് പ്രധാന മകനാണ്. അങ്ങനെ PC തോമസ് ഉണ്ടതിന് മുമ്പ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മക്കൾ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഒരു സംഭവം. മക്കളും ഇപ്പോൾ കിടന്നിട്ട് സഹോദര രാഷ്ട്രീയത്തിലേക്കൊക്കെ. അപ്പോൾ അനൂപ് ജേക്കബിൻ്റെ പെങ്ങളും മത്സരിക്കാൻ വരുന്നു. TM ജേക്കബിൻ്റെ അനൂപിൻ്റെ പെങ്ങളിപ്പോൾ മത്സരിക്കണമെന്ന് വന്നിരിക്കുക കേരള കോൺഗ്രസ് ടിക്കറ്റിൽ. ഇപ്പോൾ ഈ ശരത് പവാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടുത്തെ മക്കൾ തമ്മിൽ ഈ രാഷ്ട്രീയ പിൻഗാമിയാകാനുള്ള അടി നടക്കുന്നത് പോലെ തന്നെ ഇവിടെ ഈ നടക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട പാർട്ടി കേരള കോൺഗ്രസ് ആണ്. ലാസ്റ്റ് ഞാൻ പറയാം, അതിൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. ഈ ഇങ്ങനെ മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എല്ലാ മക്കൾക്കും, എല്ലാ നേതാക്കന്മാരുടെ മക്കളും വിചാരിക്കടോ അവരുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ മകനെ പിടിച്ച് മന്ത്രിയാക്കി, എന്നാൽ പിന്നെ എന്നെ ആക്കിയാൽ എന്താണ് എന്ന് ആലോചിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം അങ്ങനെ കച്ചറ തന്നെ എവിടെയായി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ MLA അല്ലെ മന്ത്രി, അങ്ങനെ ആക്കി എടുത്തത്. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് പിന്നെ പറയാം. അതുപോലെ തന്നെ MV രാഘവൻ്റെ മകൻ നികേഷ് കുമാർ ചെയ്യുന്നത് പോലെ, അല്ലെ ജോസ് കാണുന്നത് പോലെ തന്നെയാണ് ജോസ് കെ മാണിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം സ്വന്തം അച്ഛൻ എന്തിനു വേണ്ടി നിലകൊണ്ടിരുന്നോ, അപ്പൻ എന്തിനു വേണ്ടി നിലകൊണ്ടിരുന്നോ, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവസാനം ഇവർ യോജിക്കുമായിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ യോജിക്കുമായിരുന്നു. ആ യോജിപ്പ് തകർത്ത് കളഞ്ഞത് ജോസ് കെ മാണിക്ക് കാര്യമായ പങ്കുണ്ട്. ആ പങ്കിന് വില അദ്ദേഹം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇനി എന്തുമാത്രം കൊടുക്കുമെന്ന് കാത്തിരുന്നു. പക്ഷേ നികേഷ് കുമാറിന് കോൺഗ്രസിൽ സീറ്റ് വരെ വാഗ്ദാനം ചെയ്തതാണ് രമേശ് ചെന്നിത്തല. ഒരു ദിവസം TV-ക്കകത്ത് അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചതല്ലേ, നിങ്ങൾക്ക് കുറച്ചൊരു സീറ്റ് തരാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് നികേഷ് കുമാറോട് ചോദിക്കുന്നുണ്ട്. നികേഷ് കുമാർ ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ അത് AK ആൻ്റണിയുടെ മകൻ എന്തുകൊണ്ട് ചാടിപ്പോയി, ഇങ്ങനെ എന്തുവാണ് മക്കളിങ്ങനെ കാണിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു, അത് എൻ്റെ കാര്യത്തിൽ നികേഷിനല്ലേ പറയാൻ പറ്റൂ, നികേഷ് ചാടിയ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു അടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ രാഷ്ട്രീയം പറയുമ്പോൾ ശരിക്കും നമ്മൾ ആന്റണിയുടെ മകൻ്റെ കാര്യം വിട്ടുപോയി. എതിർപ്പാളയത്തിലാണ് ചേർന്നത്. ഇവിടെ കോൺഗ്രസിലുണ്ടിത്. അത് അങ്ങനെ ഒരാളും ഉണ്ട് കൂടെ. നമ്മൾ ആ 4 പേരുടെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ 5 പേരുടെ പറയേണ്ടി വരും. 5 പേരുടെ പേര് പറയേണ്ടി വരും. നികേഷ് കുമാർ രാഷ്ട്രീയത്തിൽ നിലപാടെടുക്കുന്ന ആദ്യം അദ്ദേഹം വിചാരിക്കുന്നത്, ഒരുപക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനുമൊക്കെ ജീവനോടെ ഇരുന്നത്, ഇപ്പം നികേഷ് ഇരിക്കുന്നത്, മുമ്പ് അച്ഛനിരുന്നതും ജീവനോടെ ഇരുന്നത്
കെ കരുണാകരൻ്റെയും സുധാകരൻ്റെയും കൈക്കരുത്തിൻ്റെ ബലത്തിലാണ് ഒരു രോമത്തിന് പോലും കേടുപറ്റാതെ ഇവർക്ക് അവിടെ ജീവിക്കാൻ പറ്റിയത്, ആ നാട്ടിൽ ജീവിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കൂടെ പല കഷ്ണങ്ങളായി പെരുവഴിയിൽ കിടക്കുന്ന എം വി രാഘവനെയോ അല്ലെങ്കിൽ നികേഷ് കുമാറിനെ ആയിരുന്നു നമ്മൾ കാണേണ്ടി വരുമായിരുന്നത്. ആ അവസ്ഥയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവൻ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറായ കോൺഗ്രസ് പ്രവർത്തകരെ ഭയങ്കരമായി വഞ്ചിക്കുകയാണ് നികേഷ് കുമാർ ചെയ്തത്. എം വി രാഘവൻ പക്ഷേ ആ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കുവാൻ തോന്നുന്നില്ല. എം വി രാഘവൻ വരുന്നെങ്കിൽ എം വി രാഘവനെ കൂടെ കൂട്ടാനായിട്ട് ലാസ്റ്റ് പരസ്യമായ പല ശ്രമങ്ങളും നടത്തി. കാരണം മലബാറിൻ്റെ ശക്തി കുറഞ്ഞാൽ CPM എവിടെ ചെന്ന് നിൽക്കുമെന്ന് CPM അറിയാം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കാതെ നികേഷ് കുമാറിനെ അപ്പുറം എടുത്ത് ചാടിച്ച് ആ പാമ്പാശുപത്രി, പാമ്പ് വളർത്തൽ കേന്ദ്രം വരെ കത്തിച്ച് ചാമ്പലാക്കിയ CPM-ആയിട്ട് കൂടാൻ ഇദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായില്ല. അച്ഛൻ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ആ തീരുമാനം എടുത്തു. പക്ഷെ ഇന്നും അച്ഛൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇന്ന് സംസ്ഥാനത്തിന് മന്ത്രിയായും അല്ലെ മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള പലരും MER-ന് വേണ്ടി MER-ന്റെ പേര് പറഞ്ഞ് ഇന്നും ഉറച്ചു നിൽപ്പുണ്ട്. അപ്പോഴാണ് നികേഷ് കുമാർ എന്ന് പറഞ്ഞ മകൻ, ഈ അച്ഛൻ്റെ ചോറുണ്ട് വളർന്ന മകൻ, അച്ഛൻ്റെ രാഷ്ട്രീയം കണ്ടു പഠിച്ചു വളർന്ന മകൻ, ഇതെല്ലാം ഈ വേലിയാടി ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. എല്ലാ പോക്കൃത്തത്തെ ന്യായീകരിക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. വെറുതെ അങ്ങോട്ട് കൈ കാണിച്ചുകൊണ്ട് വരില്ല. എല്ലാ പോക്കൃത്തിനും ന്യായീകരിക്കാൻ AKG സെന്ററിൽ ഇരുന്ന് കുറിപ്പെഴുതി എല്ലാ ജില്ലകളിലേക്കും ക്യാപ്സൂൾസ് അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഉള്ള പരിപാടി. എങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവേഷണം. അവസാനം കണക്ട് വരെ ഇറങ്ങി നോക്കി, തവളപ്പെടുത്തിക്കാർ ഇറങ്ങുന്നത് കണക്ട് വരെ ഇറങ്ങി ഫോട്ടോ എടുത്ത് തറ പബ്ലിസിറ്റിയുടെ ആശാനായിട്ട് മാറി. പിന്നെ അതിന് നികേഷ് കുമാറിനെ അങ്ങോട്ട് പോകാൻ സാധിച്ചതിൽ കാരണങ്ങൾ സാമ്പത്തികമുണ്ട്, പ്രകടമായ സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല. എന്നാൽ പോലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ മൂട്ടിൽ മരം മുറി കേസിലെ പ്രതികൾ വരുമ്പോൾ അവർ വെച്ച ഡിമാൻഡുകളിലൊന്ന് ഇടതുപക്ഷത്തോട് ചേരണമെന്നായിരുന്നു. അവർ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കളായിട്ട് ഇപ്പോഴും യാതൊരു നാണക്കേടും കൂടാതെ ഇപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നികേഷ് കുമാർ ഇടതുപക്ഷത്തോട് ചേർന്നതാണ് എന്ന് കണ്ണൂരിലെ ഉപശാലകളിൽ പറയുന്നൊരു വാർത്തയാണ്. അല്ലാണ്ട് മനസ്സോടെ ചേർന്നതല്ല. പിന്നെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ചേർന്ന് അങ്ങ് നിൽക്കാൻ അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ ഭാവി പ്രതീക്ഷിക്കാമോ സാറേ? ഒരു ഇടതുപക്ഷം തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിയായിട്ട് നികേഷ് കുമാറിനെ കാണാൻ കഴിയുമെന്ന്? ഇടതുപക്ഷം തിരിച്ചു വരികയും നികേഷ് ജയിക്കുകയും നികേഷിന് സീറ്റ് കിട്ടുകയും ജയിക്കുകയും ചെയ്താൽ ചിലപ്പോൾ നികേഷ് മന്ത്രി തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ രണ്ടൊന്ന് ക്ലോസ് ഉണ്ട്. പക്ഷേ രണ്ട് ക്ലോസ് ഉണ്ട് അല്ലേ? റിയാസിനേക്കാൾ കഴിവുള്ള ഒരു മന്ത്രി വേണോ? അത് മലബാറിൽ നിന്ന് അതുകൂടെ ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ നികേഷിനെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ സ്പീക്കറൊക്കെ സ്പീക്കറോ അങ്ങനത്തെ വല്ലതും പറഞ്ഞ് അത് ആ രീതിയിൽ തന്നെ പോവുള്ളൂ നികേഷ്. അത് ഇപ്പുറത്ത് വേറെ ഇനിയുണ്ട് മക്കൾ, നികേഷിനെ കൊണ്ട് തീരുന്നില്ല. അടുത്ത ഗണേഷ് കുമാറിലേക്ക് പോകാം. ബാലകൃഷ്ണയുടെ മകൻ ഗണേഷ് കുമാറുണ്ട്. ബാലകൃഷ്ണപിള്ള ആകെപ്പാടെ കേരളത്തിൽ ഒരു മന്ത്രിയെ ജയിലിൽ പോയിട്ടുള്ളൂ, അഴിമതി ആരോപണത്തിലേക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ആധാരം ബാലകൃഷ്ണപിള്ള. ഏത് പാർട്ടിക്കാരനാണ് ശിക്ഷിക്കപ്പെട്ടത്? CPM കാരണം, അച്യുതാനന്ദൻ കാരണം. ആ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഇന്ന് ആരുടെ കൂടെ നിൽക്കുന്നത്? അന്ന് അച്യുതാനന്ദനെയൊക്കെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പിടിച്ച കൊടിയുടെ കീഴിൽ ഇദ്ദേഹം പോയി നിൽക്കുകയാണ്. ഇന്ന് ആ രീതിയിൽ ഗണേഷ് കുമാർ ആ രീതി മാറി. അപ്പോൾ ഇത് അച്ഛന് പാലം വലിച്ചു എന്ന് പറഞ്ഞാൽ പാലം വലിക്കുകയല്ല അവർ ചെയ്തത് ശരിക്കും. പക്ഷേ ഗണേശൻ നല്ല മന്ത്രിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരിക്കലും അച്ഛൻ്റെ കൂടെ നിന്ന ആൾക്കാരെ ഒരിക്കലും പുള്ളി മൈൻഡ് ചെയ്തില്ല. അതാണ് ബാലകൃഷ്ണപിള്ള എപ്പോഴും ചൊടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ ഇവൻ ബോൺവിറ്റ ബേബിയാണ്, ഇവൻ വന്നിറങ്ങി ഈ കസേരയെല്ലാം കൊടുത്തു. പക്ഷേ എനിക്ക് വേണ്ടി എന്നോടൊപ്പം വേർപ്പൊഴുക്കിയ ആൾക്കാരുണ്ട്, കടത്തിണ്ടയിൽ കിടന്നുറങ്ങിയ എന്നോടൊപ്പം കിടന്നുറങ്ങിയ ആൾക്കാരുണ്ട് എന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് പറ്റിയ രാഷ്ട്രീയ ബന്ധമല്ല, എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു മണ്ടത്തരമായി പോയി, ഒരു അബദ്ധമായി പോയി ഇവന്റെ ജനനം എന്ന് ഒരു അച്ഛൻ പറയുമ്പോൾ ആ അച്ഛൻ എന്തുമാത്രം മാനസിക ദുഃഖം അതുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കില്ല സാർ. അല്ല, അതുപോലെ വേറെ ബാലകൃഷ്ണപിള്ളയുടെ ഇത് പറയുമ്പോൾ തന്നെ ബാലകൃഷ്ണപിള്ള ജയിലിൽ പോയ കാര്യം, ജയിലിൽ പോകാനുണ്ടായ സാഹചര്യങ്ങൾ, ഇതെല്ലാം CPM ഉണ്ടാക്കി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. പക്ഷേ CPM ആ പോരാട്ടത്തിന് മുന്നിൽ നിന്നു. അങ്ങനെ വേറൊരാൾക്ക് അനുഭവം ഇല്ലെന്നേ. അല്ലെ, ബാലകൃഷ്ണപിള്ള തോക്കാൻ വരെ ബാലകൃഷ്ണനെ തോൽപ്പിക്കാൻ വരെ ഗണേഷ് കുമാർ ശ്രമിച്ചു എന്ന വരെ ആരോപണം ബാലകൃഷ്ണപിള്ള ഉയർത്തിയിരുന്നു സാർ. അങ്ങനെയാണല്ലോ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത്. ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടെങ്കിൽ
ബാലകൃഷ്ണപിള്ളയ്ക്ക് 2 പിന്തുണയുണ്ട്. ഒന്ന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നു, 2 NSSൻ്റെ പിന്തുണയും എല്ലാ കാലത്തും ബാലകൃഷ്ണപിള്ളയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാലകൃഷ്ണപിള്ളയെ വെറുപ്പിച്ചുകൊണ്ട് ഗണേഷ് കുമാറിന് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറാൻ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിലൊരു സാഹചര്യമായിരുന്നു ഏത് കേസ്. ആ കേസ് കുത്തിപ്പൊക്കി ഇത്രയും സജീവമായി നിർത്തിയതിൽ ഗണേശൻ്റെ പങ്കും അവിടെയും പറയുന്നുണ്ട്. ആ കേസ് നടത്തുകയും അല്ലെങ്കിൽ ഗണേശൻ്റെ പെങ്ങളായിട്ട് അളിയനായ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവരൊക്കെ കളിപ്പിച്ചുകൊണ്ട് ഇവരൊന്നും അറിയാതെയാണ് പല കാര്യങ്ങളും ഗണേശ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത്. തങ്കച്ചിയൊക്കെ തെറിപ്പിച്ച് ദൂരം കളഞ്ഞു. വേറൊരു കാര്യം, ഇപ്പോഴും ഗണേഷ് കുമാർ മണ്ടനാണ്. കാരണം ഇപ്പോഴും പറയുന്നു KM മാണിക്ക് സ്മാരകം പണിയാൻ തിരുവനന്തപുരം നഗരത്തിൽ 25 സെൻറ്റ് സ്ഥലം കൊടുക്കും, അതായത് 25 കോടി കൂടുതൽ വരും. സ്ഥലം വാഗ്ദാനം ചെയ്യുമ്പോൾ KM മാണിയുടെ ഒപ്പം അല്ലെങ്കിൽ KM മാണിയേക്കാൾ സീനിയറായ R ബാലകൃഷ്ണപിള്ളയ്ക്കൊരു ഇതുപോലെ പണിയാൻ കൊടുക്കേണ്ടതല്ലേ? ന്യായമായിട്ടും സ്ഥലമെങ്കിലും ന്യായമായിട്ടും കൊടുക്കേണ്ടതല്ലേ? എന്തേ കൊടുക്കാത്തത്? പക്ഷെ ഇതൊന്നും ചോദിക്കാൻ അവനും അദ്ദേഹത്തിന് വാക്കുകളില്ലല്ലോ. ഇയാൾ ഇത്രേ ഉള്ളൂ എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം. അയാൾക്ക് ഗതി എങ്ങോട്ടും പോകാനില്ല, അയാൾക്ക് കോൺഗ്രസിലും പോകാൻ പറ്റിയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ മക്കളും ഉള്ളിടത്തോളം കാലം കോൺഗ്രസിലേക്ക് ചെല്ലാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു ഗതി ഇപ്പോൾ അവിടെ തന്നെ കിടന്നോളും. ഗണേശ് എന്തെല്ലാം ചെയ്താലും എത്ര ഒരു ചങ്ങലയില്ലേ പോലും വൈകുന്നേരം 6 മണിയാകുമ്പോൾ കൂട്ടിക്കേറിക്കോളും ഗണേഷ് കുമാർ. പക്ഷേ എൻ്റെ വസ്തുക്കളെല്ലാം പിടിച്ചു പറിച്ചു എന്ന് പറയുന്നത്, പിടിച്ചു പറിച്ച് സരിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി പിടിച്ചു പറിച്ചതല്ലേ? അതെ, ആ വസ്തുക്കളൊക്കെ ഞാൻ എങ്ങോട്ട് പോയി? അവന് കൊടുക്കാനുള്ള വീതം എൻ്റെ മക്കൾക്കെല്ലാം തുല്യമായി ഞാൻ വീതം വെച്ച് കൊടുത്തു. അവന് കൊടുക്കാനുള്ള വീതം എങ്ങോട്ട് പോയി എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയും. പക്ഷേ അത് അവൻ്റെ മന്ത്രിപദത്തിനൊക്കെ ചിലപ്പം കുഴപ്പം വരും എന്ന് ബാലകൃഷ്ണപിള്ള പറയുന്നുണ്ട്. കാരണം അത് സരിതയ്ക്ക് കൊടുത്ത പൈസയുടെ കാര്യമാണ്. അത് മക്കൾ രാഷ്ട്രീയത്തിലുള്ള എല്ലാവരും പറയും. മുരളിയെക്കുറിച്ച് കരുണാകരൻ ഒരു കാലത്ത് കരഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. ഒരു MV രാഘവൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഒരു സഖാവിൻ്റെ തീഷ്ണത, തീവ്രത, ആത്മാർത്ഥത, ആർജവം ഇന്ന് അതിന് പകരം മന്ദബുദ്ധികളെ കൊണ്ട് നിറച്ചില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, ഒരു കുടുംബത്തിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കഴിയുകയും അച്ഛൻ്റെ വേർപാടുണ്ടാകുകയും ചെയ്യുമ്പോൾ 2 സഹോദരിമാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ ഒന്നിച്ചു പോകും എന്ന് പറയേണ്ടതിന് പകരം അവരോടൊക്കെ ഗുസ്തി ഉണ്ടാക്കുകയും അവരോടൊക്കെ വസ്തുവിൻ്റെ കാര്യത്തിലൊക്കെ കേസുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആണ് ഗണേഷ് കുമാർ പോകുന്നത്. ഗണേശൻ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ഈ കാണുന്ന പൊളിറ്റിക്കൽ ഒരു മന്ത്രി എന്ന നിലയിലുള്ള ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതേപ്പം ഗണേഷ് കുമാർ എന്ന വ്യക്തിയെ ഒരു മകൻ എന്ന രീതിയിലോ ഒരു ആങ്ങളെ എന്ന രീതിയിലോ ഒരു ഭർത്താവ് എന്ന രീതിയിലോ ഒന്നും നമുക്ക് ബഹുമാനിക്കാനോ നമുക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ പിന്തുടരുക എന്ന് പോകാനോ ആർക്കും കഴിയില്ല. അല്ല, അങ്ങനെ ഗണേശനെ പറ്റി വേറെ ഒത്തിരി തെറ്റായ രീതിയിൽ ആരോപണം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ദിലീപിനെ പറ്റി പറഞ്ഞ പോലെയോ അല്ല രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറയുന്ന പോലെയാണ് അതിൻ്റെ 1000 ഇരട്ടി കാര്യങ്ങൾ പറയാൻ ഗണേശനെ പറ്റി പറയാനുണ്ട്. സാമ്പത്തിക തെറ്റിപ്പുണ്ട്, ശ്രീവിദ്യയുടെ കയ്യിൽ പൈസ എങ്ങനെ പോയി എന്നുള്ളതിന് പലരും പലതാ പറഞ്ഞു, നമുക്കറിയത്തില്ല, പലരും പലതാ പറഞ്ഞു. അപ്പോൾ ഗണേഷ് കുമാർ ഒരു നല്ല ഡിപ്ലോമാറ്റാണ്. ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സൂപ്പർ ഡിപ്ലോമസിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ അത്ര കഴിവ്. അച്ഛൻ കുറേ കൂടെ വെട്ടിത്തുറന്ന് സത്യം കുറച്ചുകൂടെ പറയാം. ഇദ്ദേഹം അങ്ങനെയല്ല, എപ്പോൾ ചിരിച്ചുകൊണ്ട് കള്ളം പറയുന്നതിന് മടിയില്ല, സത്യം നമുക്ക് തോന്നുകയും ചെയ്യും. അതാണ് ഗണേഷ് കുമാറിൻ്റെ കഴിവ്. അപ്പോൾ ഗണേഷ് കുമാർ കഴിഞ്ഞാൽ നേരെ നമുക്ക് വരേണ്ടത് ഏറ്റവും കാരണവരായ കരുണാകരൻ്റെ മകൻ K മുരളീധരനിലേക്കാണ്. എന്തുകൊണ്ടാണ് K മുരളീധരൻ കരുണാകരനുമായിട്ട് അകലേണ്ടി വന്നത്? K മുരളീധരനെ വളർത്തി വലുതാക്കാനുള്ള ഒരു ആഗ്രഹം അങ്ങേയറ്റം നിന്നു. കാരണം പത്മജയെ കൊണ്ട് രമേശ് ചെന്നിത്തലയെ കൊണ്ട് പത്മജയെ കല്യാണം കഴിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയാക്കി മാറ്റാമെന്നുള്ളൊരു മോഹം കൊണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതെല്ലാം പാടെ തകർന്നതോടുകൂടി ആണ് മുരളീധരനെ മുന്നേ കൊണ്ടുവരാനും മുരളീധരനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ KPCC പ്രസിഡൻ്റാക്കി അങ്ങനെ കസേരകൾ അടുക്കി ഇട്ട് ഇരുത്തി കൊണ്ടുവരികയായിരുന്നു. പക്ഷേ അത് ആ അച്ഛന് ഭാരപണിത മകനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. K മുരളീധരനെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല രാഷ്ട്രീയ നേതാവാണ്, നന്നായിട്ട് സംസാരിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും സ്വന്തം അച്ഛനോട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ വിഷയമാക്കുന്നത്. അച്ഛനെ പാലം വലിച്ച മക്കൾ എന്നുള്ളതാണ് ഞങ്ങളുടെ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയം കൂടെ സാർ സംസാരിച്ചു. നമ്മൾ മുമ്പ് പറഞ്ഞ കേസുകളെല്ലാം പാർട്ടിക്ക് പുറത്തുള്ള CPM-ആയിട്ട് കൂട്ടുകൂടിയ കേസുകൾ നമ്മൾ കൂടുതൽ പറഞ്ഞത്. അതെ, മറ്റ് നികേഷ് കുമാറിൻ്റെ കാര്യമാണെങ്കിലും ഗണേഷ് കുമാറിൻ്റെ കാര്യമല്ല, CPM-ആയിട്ട് എതിർ കക്ഷിയുമായി തങ്ങളുടെ രക്ഷകർത്താക്കളല്ല തങ്ങളുടെ അച്ഛനമ്മമാരെ ക്രൂരമായി അവരോട് പെരുമാറിയ CPM ലീഡർഷിപ്പുമായിട്ടുള്ള ബാന്ധവത്തെക്കുറിച്ച് നമ്മൾ പറയാം. ഇവിടെ മുരളീധരൻ്റെ കാര്യത്തിൽ ഊണിലും ഉറക്കത്തിലും കരുണാകരന് സ്വസ്ഥത കൊടുക്കാതെ പ്രവർത്തിച്ച
AK ആന്റണിയും ആന്റണിയുടെ ഗ്രൂപ്പുമായിട്ടാണ് മുരളീധരൻ സന്ധി ചെയ്യേണ്ടി വരുന്നത്. മുരളീധരനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി കരുണാകരൻ്റെ വേറൊരു ഡയലോഗുണ്ട്. അത് എല്ലാവരും പഠിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് മക്കളെ രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഉത്തരം കൂടെ കരുണാകരൻ പറയുന്നുണ്ട്. അപ്പോൾ കരുണാകരനോട് ചോദിച്ചപ്പോൾ കരുണാകരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ മോഹൻ മുരളിയേക്കാൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവന്നവരായിരുന്നു G. കാർത്തികേയൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ഇവരെന്നെ ചതിച്ചപ്പം ഇന്ന് ഞാൻ ആരെ വിശ്വസിക്കും എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയ എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മകൻ മുരളീധരനെ വിശ്വസിക്കും എന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം. അതിനേക്കാൾ വലിയ ഭാരപ്പെടുന്നു. എന്നാൽ കരുണാകരൻ്റെ അപ്പോൾ പാര പണിയാൻ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. സഹോദരിയായിട്ടുള്ള തർക്കം അവിടെയും വരുന്നുണ്ട്. ബാലകൃഷ്ണങ്ങളുടെ വീട്ടിലുണ്ടായതുപോലെ തന്നെ യാമിനി തങ്കച്ചിയും ഗണേഷ് കുമാറുമായിട്ടുള്ള തർക്കം പോലെ, അല്ല അതിനേക്കാൾ തീക്ഷ്ണമായ തർക്കം ആര് തമ്മിലുണ്ടായിരുന്നു. യാമിനി തങ്കച്ചിക്ക് രാഷ്ട്രീയ മോഹം പറഞ്ഞിട്ടില്ല, പക്ഷേ പത്മജ പ്രകടമായി രാഷ്ട്രീയ മോഹം പറഞ്ഞിട്ടുണ്ട്. പത്മജ അവിടെയുള്ള ശിവകുമാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ നേതാക്കന്മാരെ മുരളിക്കെതിരായിട്ട് തിരിക്കുന്നതിൽ, അങ്ങനെ കരുണാകരൻ ഗ്രൂപ്പിനെ തകർക്കുന്നതിലും മുരളിയെ തകർക്കുന്നതിലും ചെറുതല്ലാത്ത പങ്കുണ്ട്. പക്ഷേ കരുണാകരൻ അവിടെ കണ്ണടച്ച് നിന്നതുകൊണ്ടാണ് കരുണാകരനും മുരളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. മുരളി കരുണാകരൻ്റെ സമ്മതം കൂടാതെ തന്നെ മന്ത്രി KPCC പ്രസിഡന്റാനും കഴിഞ്ഞിട്ട് മന്ത്രിയാകാൻ പോയി. അതോടുകൂടി മുരളിയുടെ ആ ഘട്ട രാഷ്ട്രീയത്തിൻ്റെ ബലം അങ്ങ് തീരുകയാണ്. പിന്നെ രണ്ടാമത് ആദ്യമായിട്ടാണ് അങ്ങനെ പരാജയപ്പെടുന്നത്. രണ്ടാമത് ഇപ്പോൾ എല്ലാ തരത്തിലും പരാജയപ്പെടുത്താനായിട്ട് A ഗ്രൂപ്പുകാരും മറ്റ് മറുവശത്തുള്ളവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുരളിയെ അവർ ശത്രുവായിട്ട് കണ്ടു. ഏറ്റവും കൂടുതൽ അവർ പ്രചരിപ്പിച്ചത് മുരളി ഗ്രൂപ്പിസത്തിൻ്റെ ആശാനാണെന്ന് പറഞ്ഞാൽ, മുരളി എല്ലാ രംഗത്തുനിന്നും മാറുന്നൊരു ഇന്നും ഗ്രൂപ്പിസം ഇല്ലേ? അതെ, ഇന്ന് രമേശ് ചെന്നിത്തല ഒരു വഴിക്ക്. അപ്പോൾ അയാളെ മുരളിയെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയായിരുന്നു. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, മുരളീധരൻ വളർന്നു വന്നാൽ ഇപ്പോഴും അതേ സെയിം പ്രശ്നം ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരിക്കുക. നായർ നേതൃഭാരത്താൽ നടുവൊടിഞ്ഞ കോൺഗ്രസ് എന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസിനെ പറ്റി. അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് മുരളി വളർന്നു വരുന്ന ഭീഷണിയാണ് നായര. KC വേണുഗോപാലിന് ഭീഷണിയാണ് നായര. G. കാർത്തികേയന് ഭീഷണിയാണ് നായര. അപ്പോൾ ഈ നായർ മുരളി ഒരു നായരായ മുരളി അതിന് തങ്ങളെക്കാൾ മുകളിൽ വളരുമോ എന്നുള്ള പേടി അന്ന് ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെട്ട ഗ്രൂപ്പിനുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടാണ് നായർ നേതൃഭാരത്താൽ നടുവൊടിഞ്ഞ കോൺഗ്രസ്. അങ്ങനെയാ നടുവൊടിഞ്ഞതല്ലേ? ഇപ്പോഴും ഇത് തന്നെയാണല്ലോ, അതന്നെ ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്നെ കണ്ണു നട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ കുപ്പായത്തിന് തുണി വാങ്ങിച്ചു വെച്ചിരിക്കുന്നവർ, അവർക്ക് ഇപ്പോഴും പേടിയാണ്. അവരെല്ലാം നയന്മാരാ. അവർ നായന്മാർ. ഇനി മുരളി വന്നാലും നായരല്ലേ? ഇപ്പൊ വി ഡി സതീശനെ നോക്കാൻ തന്നെ, രമേശ് ചെന്നിത്തലയെ നോക്കുവാണെങ്കിലും ഇവരെല്ലാം KC വേണുഗോപാലിനെ നോക്കുവാണെങ്കിൽ ഇവരെല്ലാം ഇത് തയ്പ്പിച്ചു വെച്ചിരിക്കുന്നവരാ, ഇവരെല്ലാം നായന്മാരാ. അപ്പോൾ ഇങ്ങനെ മക്കളെ കൊണ്ടും മക്കളുടെ ഇനി സഹോദരിമാരെ കൊണ്ടും ഒക്കെ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ പോരാട്ടം ഉണ്ടാവും. അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ലോജിക്കാണ്. വിശ്വസിക്കാൻ കൊള്ളുന്ന മക്കളെ ഉള്ളതെന്ന് എല്ലാ നേതാക്കന്മാരും കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അച്ഛന് പാലം വലിച്ച മക്കൾ ഇവരാണ്. അപ്പോൾ അതിനുള്ള കൃത്യമായ കാരണങ്ങൾ പറഞ്ഞു. അവരുടെ രാഷ്ട്രീയത്തിലെ നിലപാടുകളോ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. വ്യക്തിപരമായി അച്ഛന്മാർക്ക് കണ്ണീരുണ്ടാക്കി കൊടുത്ത അവരെല്ലാം ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചു പോയല്ലോ എന്ന് തോന്നത്തക്ക ഏതെല്ലാം കാര്യത്തിന് വേണ്ടി അച്ഛൻ നിലകൊണ്ടോ അതിനെല്ലാം എഗനസ്റ്റായി നിലകൊണ്ട മക്കളാണ്. അച്ഛനെ ദ്രോഹിച്ചവരെ ചവിട്ടി പൂജിച്ച് ആ കാൽപാദങ്ങളിൽ വീഴുന്നവരാണ് ഈ പറഞ്ഞ മക്കളെല്ലാം. അതാണ് ഞങ്ങൾ അച്ഛനെ പാലം വലിച്ച മക്കൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.